നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ഡീൽ ആരോപണമാണ്. LDF-നൊരു തുടർ ഭരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിരുന്നത് അതിനുള്ള സാധ്യതകൾ കുറവെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇവിടെയൊക്കെ ഡീൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ്. LDF നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരം ഡീൽ ആരോപണങ്ങൾ തോൽവിക്കുള്ളൊരു ക്യാപ്സ്യൂളായിട്ട് മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരികയാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ വേളയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ആ ഡീൽ ആരോപണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ഉയരുന്നുണ്ട്. ഇത് തോൽവിക്ക് മുന്നേ നൽകുന്ന ഒരു സൂചനയായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. ഡീൽ ആരോപണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തങ്ങളുടെ പൊരുത്തക്കേടുകൾ കൊണ്ടല്ല, മറിച്ച് ഡീൽ മുഖാന്തരമാണ് തങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞ് വരുത്തി വെക്കുക, ആ നാണക്കേട് മറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത്തരത്തിലൊരു പരാമർശവുമായിട്ട് രംഗത്തേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പകൽ വെളിച്ചം പോലെ വ്യക്തമായെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നിപ്പോൾ പറയുന്നത്. വടകരയിലും നാദാപുരത്തും UDF സ്ഥാനാർത്ഥികൾക്കായിട്ട് വോട്ട് മറിച്ചിട്ടുണ്ട് എന്നും ഏകദേശം 7ഓളം BJP പ്രാദേശിക നേതാക്കളെ പുറത്താക്കിയത് ഇതിന്റെ പ്രധാനപ്പെട്ട പരസ്യമായ തെളിവാണെന്നുമാണ് വാർത്താ സമ്മേളനത്തിലൂടെ MV ഗോവിന്ദന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് വേളയിൽ LDF-ന് BJP-യുമായി ഡീലുണ്ടെന്ന് കള്ളപ്രചാരണം നടത്തിയവർ തന്നെയാണ് ഇപ്പോൾ BJP-യുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ അന്തർധാരയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പണ്ട് വടകരയിൽ പയറ്റി പരാജയപ്പെട്ട കോലേബി സഖ്യത്തിന്റെ ആധുനിക പതിപ്പാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇതിന് പിന്നിൽ UDF നേതാക്കളായ ഷാഫി പറമ്പിലും പാറയ്ക്കൽ അബ്ദുള്ളയുമാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പുറത്തു വരുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അന്ന് ആ സഖ്യത്തെ തറ പറ്റിച്ച LDF ഇത്തവണയും വടകരയുടെ മണ്ണിൽ വിജയം ആവർത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസവും MV ഗോവിന്ദൻ പുറത്തുവിടുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വരുമ്പോൾ LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തും. UDF ഭരണം വരുമെന്ന് ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് വ്യാമോഹം മാത്രമാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായി UDF നേതാക്കൾ തമ്മിൽ ഇപ്പോൾ നടത്തുന്ന തർക്കങ്ങൾക്ക് മെയ് 4 വിരാമമാകുമെന്നുള്ള പരിഹാസവും MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ആരായിരിക്കും ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അത് വളരെ പ്രസക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 9 നടന്നത്. ജനം എന്ത് വിഴുതി എഴുതി എന്നത് മെയ് 4 അറിയാം. LDF 3ാം ഊഴത്തിനായി പോരാടുമ്പോൾ അധികാരം തിരിച്ചുപിടിക്കാൻ UDF-ഉം ശക്തമായ സാന്നിധ്യമാകാൻ NDA-യും കടുത്ത മത്സരത്തിന് കാഴ്ചവെച്ച് LDF-ഉം രംഗത്തുണ്ട്. അതേസമയം അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയാണ് LDF-നൊക്കെ സംബന്ധിച്ചുള്ളത്. സർവീസ് വോട്ടുകളുടെ കണക്ക് കൂടാതെയുള്ള കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടതും ശ്രദ്ധേയമാണ്. വോട്ടിംഗ് ശതമാനവും പ്രവണതകളും സംസ്ഥാനത്ത് ഇത്തവണ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ഇത്തവണ പ്രകടമായിരുന്നു. മൊത്തത്തിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 79.63%. അതിൽ ഏകദേശം സ്ത്രീ വോട്ടർമാരെന്ന് പറയുന്നത് 80.86%, പുരുഷ വോട്ടർമാർ 75.1%, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ വന്നിരിക്കുന്നത് 57.04%. ജില്ലാടിസ്ഥാനത്തിലുള്ള പോളിംഗുകൾ പരിശോധിക്കുമ്പോൾ പാലക്കാടാണ് 80.09% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂരിൽ 77.06%, തിരുവനന്തപുരത്ത് 76.98% രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIR സ്വാധീനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ള SIR വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഫലനം എന്ന് പറയുന്നത് SIR-ന് മുൻപ് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുകളും മരിച്ചവരുടെ പേരുകളുമൊക്കെ വ്യാപകമായിരുന്നു. യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. SIR-ന് ശേഷം ഏകദേശം 20 ലക്ഷത്തോളം വ്യാജ അനധികൃത വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. 4.24 ലക്ഷം പുതിയ യുവ വോട്ടർമാരെയാണ് ഈ കണക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
പ്രധാനമായിട്ടും ഈ കണക്കിന് പോകുമ്പോൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം അതുണ്ടാകുമോ, ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് പലപ്പോഴും ഭരണമാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടാറുണ്ട്. എന്നാൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വോട്ടർമാരെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് LDF വാദിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചത് വോട്ട് വിഭജനത്തിന് കാരണമായി എന്നും പറയേണ്ടി വരും. പ്രവാസി സ്വാധീനം നോക്കുകയാണെങ്കിൽ ഗൾഫിലെ അനിശ്ചിതത്വം കാരണം വലിയൊരു ശതമാനം പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ വോട്ടുകൾ ഇത്തവണ നിർണായകമാകും എന്നാണ് സൂചന. അതേപോലെ തന്നെ വോട്ടിംഗിന്റെ പാറ്റേൺ വിശകലനം ചെയ്യുമ്പോൾ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേണിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വലിയ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. തൃശൂർ പോലുള്ള ജില്ലകളിൽ 2021 3% കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2026 തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളാണ് വഴി തുറക്കുന്നത്. SIR-ന് ശേഷമുള്ള കൃത്യമായ വോട്ടർ പട്ടികയും ഉയർന്ന പോളിംഗ് ശതമാനവും ഫലപ്രഖ്യാപനത്തിൽ വലിയ അട്ടിമറികൾക്ക് സാധ്യത നൽകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ തനിക്ക് ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാൽ രംഗത്തെത്തുന്നത്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ അതും വലിയ രീതിയിൽ ശ്രദ്ധേയമാണ്. KC വേണുഗോപാൽ അല്ലെങ്കിൽ VD സതീശൻ എന്ന തരത്തിലുള്ള പല അഭിപ്രായങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഇത്തരം ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇങ്ങനെ വേണമെങ്കിലും തന്റെ ഈ ഒരു പ്രതികരണത്തിന് വ്യാഖ്യാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മോദിക്കെതിരെയുള്ള പരാമർശത്തിൽ മല്ലികാർജുൻ ഖാർഗെയോട് വിശദീകരണം തേടിയെന്ന് കൂടെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിലവിൽ താല്പര്യമില്ലെന്നും അത്തരം ചർച്ചകൾ നടത്തുന്നവർ നടത്തട്ടെയെന്നും പാർട്ടിയുടെ താല്പര്യം നേരത്തെ കൃത്യമായി പറഞ്ഞതാണെന്നും വ്യവസ്ഥാപിതമായി അതെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു എന്നുമാണ് KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറവായിട്ടുണ്ടെന്നും കോഴിക്കോട്ടെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.